പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയേക്കാൾ ബുദ്ധി കുറവാണെന്ന് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയാണ്. ഈ പ്രതിഭാസത്തെ ശാസ്ത്രലോകം റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. 20-ാം നൂറ്റാണ്ടിലുടനീളം മനുഷ്യരുടെ ശരാശരി ഐക്യു സ്കോറുകൾ വർദ്ധിച്ചു വരികയായിരുന്നു. എന്നാൽ അടുത്തിടെ നോർവേ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന വലിയ പഠനങ്ങൾ കാണിക്കുന്നത് ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ജനിച്ചവരിൽ പരമ്പരാഗത ഐക്യു ടെസ്റ്റുകളിലെ സ്കോറുകൾ കുറയുന്നു എന്നാണ്. ഇത് ജനിതകമായ പ്രശ്നങ്ങളെക്കാൾ പാരിസ്ഥിതികമായ മാറ്റങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ: 1. സ്ക്രീൻ സമയവും സാങ്കേതികവിദ്യയും. സ്മാർട്ട് ഫോണുകളുടെയും സോഷ്യൽ മീഡിയയുടെയും അമിതമായ ഉപയോഗം പുതിയ തലമുറയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങൾ വളരെ വേഗത്തിൽ ചെറിയ ശകലങ്ങളായി ഷോർട്ട് ഫോർ വീഡിയോസ്, റീൽസ് എന്നിവയായി ലഭിക്കുന്നത് കാരണം ഒരു വിഷയത്തിൽ ദീർഘനേരം ശ്രദ്ധിക്കാനും ആഴത്തിൽ ചിന്തിക്കാനുമുള്ള തലച്ചോറിന്റെ ശേഷി കുറയുന്നു. 2. ഡിജിറ്റൽ ആശ്രയത്വം. മുൻപൊക്കെ ചെറിയ കണക്കുകൂട്ടലുകൾ നടത്താനും വഴികൾ ഓർമ്മിക്കാനും ഫോൺ നമ്പറുകൾ മനസ്സിൽ സൂക്ഷിക്കാനും മനുഷ്യർ തലച്ചോറിനെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഇവയ്ക്കെല്ലാം നമ്മൾ പൂർണ്ണമായും മൊബൈൽ ഫോണിനെയും ഇന്റർനെറ്റിനെയും ആശ്രയിക്കുന്നു. തലച്ചോറിന് ഇത്തരം ചെറിയ വ്യായാമങ്ങൾ പോലും ലഭിക്കാത്തത് അതിന്റെ ഓർമ്മശക്തിയും പ്രശ്നപരിഹാരശേഷിയും കുറയ്ക്കുന്നു. 3. വായനാശീലത്തിലുള്ള കുറവ്. പുസ്തകങ്ങളും നീളമുള്ള ലേഖനങ്ങളും വായിക്കുന്ന ശീലം പുതിയ തലമുറയിൽ വളരെ കുറവാണ്. വായന തലച്ചോറിന് വലിയൊരു വ്യായാമമാണ് നൽകുന്നത്. വായിക്കുന്നതിന് പകരം ഉപരിപ്ലവമായി വിവരങ്ങൾ നോക്കിപ്പോകാൻ താൽപ്പര്യപ്പെടുന്നതിനാൽ കാര്യങ്ങളെ യുക്തിസഹമായി വിശകലനം ചെയ്യാനുള്ള കഴിവ് ഇവർക്ക് കുറയുന്നു. 4. വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റങ്ങൾ. പഠനരീതികൾ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായി മാറുന്നതും ഒരു കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യരുമായി നേരിട്ട് സംവദിച്ചുള്ള പഠനത്തേക്കാൾ സ്ക്രീനിലൂടെയുള്ള പഠനം വർദ്ധിക്കുന്നത് കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിന് പലപ്പോഴും തടസ്സമാകുന്നുണ്ട്. ജീവിതശൈലിയും ഭക്ഷണക്രമവും. ജങ്ക് ഫുഡുകളുടെ അമിത ഉപയോഗം, ഉറക്കക്കുറവ്, ശാരീരിക അധ്വാനമില്ലായ്മ എന്നിവയും ബുദ്ധിവികാസത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങളാണ്. ഒരു പ്രധാന കാര്യം, പുതിയ തലമുറയ്ക്ക് പൂർണ്ണമായും ബുദ്ധിയില്ല എന്നല്ല ഇതിനർത്ഥം. പരമ്പരാഗതമായ ഐക്യു ടെസ്റ്റുകൾ അളക്കുന്നത് ഗണിതശാസ്ത്രപരമായ കഴിവുകളും തർക്കശാസ്ത്രവുമൊക്കെയാണ്. എന്നാൽ ഇന്നത്തെ തലമുറ ഡിജിറ്റൽ ലോകം കൈകാര്യം ചെയ്യുന്നതിലും ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നതിലും വിവരങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്നതിലും മുൻപന്തിയിലാണ്. ചുരുക്കത്തിൽ, അവരുടെ ബുദ്ധി നശിക്കുകയല്ല, മറിച്ച് ആധുനിക സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനരീതി മാറുകയാണ് ചെയ്യുന്നത്.